ഹായ് ഓൾ, വെൽക്കം ടു വൺസ് KT ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2-ന്റെ ഓൾറെഡി പാർട്ട് എയും പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് പാർട്ട് ബിയിലെ സെക്കൻഡ് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 2-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പാർട്ട് ബിയിലെ 13th ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി 13th എയും ബിയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ പ്രീവിയസ് വീഡിയോസ് കാണേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ 14th എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 14th എ ക്വസ്റ്റ്യൻ വരുന്നത് എ 2-dimensional velocity field is given by u is equal to 2xy, v is equal to minus x square y. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ u I cap plus v j cap 2-dimensional ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2xy I cap plus v j cap. ഓക്കെ, ഇതിൽ മൈനസ് ആണ്. സോ എക്സ് സ്ക്വയർ വൈ ജെ cap. ഓക്കെ, ഇതാണ് വെലോസിറ്റിയുടെ വെക്ടർ വരുന്നത്. കമ്പ്യൂട്ട് ദ വെലോസിറ്റി അറ്റ് 1,1 എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 1,1 എന്ന് പറയുമ്പോൾ ഇതിൽ എക്സ് ഇസ് ഈക്വൽ ടു 1, y is equal to 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 ഐ ക്യാപ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ഇൻറ്റു 1 ജെ ക്യാപ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് എന്നായിരിക്കും വെലോസിറ്റി വെക്ടർ വരുന്നത്. ഓക്കെ, അറ്റ് പോയിന്റ് 1 എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെലോസിറ്റി വെക്ടർ കിട്ടി. ദെൻ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ resultant velocity v is equal to root of 2 square plus minus 1 whole square. Okay, അപ്പോൾ അത് ചെയ്യുമ്പോൾ √5 which is equal to 2.236 യൂണിറ്റ്സ് ആണ് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് കൺവെക്റ്റീവ് ആക്സിലറേഷനും ലോക്കൽ ആക്സിലറേഷനും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ്റെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലുള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ടേംസിനെയാണ് ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിമൈനിങ് ടേംസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന റിമൈനിങ് ടേംസിനെയാണ് നമ്മൾ കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു സ്പേസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആദ്യം കൺവെക്റ്റീവ് ആക്സിലറേഷൻ ആയിട്ട് 1,1 ആണ്. ഓക്കെ, 1,1 എന്ന് പറയുന്ന പോയിന്റിലെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ AX is equal to u into dou u by dou x plus v into dou u by dou y. ഓക്കെ, എക്സ് ഡയറക്ഷനിലുള്ള കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ദെൻ അതേപോലെ AY എന്ന് പറയുമ്പോൾ AY is equal to u into dou v by dou x plus v into dou v by dou y. ഓക്കെ, ഇനി u എന്ന് പറയുമ്പോൾ u is equal to ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് 2xy യും u is equal to 2xy, v is equal to minus x square y. ഓക്കെ, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. സോ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y, ദെൻ ഡോ യു ബൈ ഡോ വൈ ചെയ്യുമ്പോൾ 2x. ഓക്കെ, ഇനി മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. ഇവിടെ v is equal to മൈനസ് എക്സ് സ്ക്വയർ വൈ ആണെങ്കിൽ ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2xy, ദെൻ ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ജസ്റ്റ് ഈ വാല്യൂസ് ഈ AXൻ്റെയും AYയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. AX is equal to 2xy into 2y plus v is equal to minus x square y ആണ്. സോ മൈനസ് എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, അപ്പം അതിൽ 2 ഇൻറ്റു 2 4 എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ക്യൂബ് വൈ. ഓക്കെ, ഇനി ഇതിൽ എക്സും വൈയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1 ആണ് എക്സും വൈയും 1 ആണ്. സോ 4 ഇൻറ്റു 1 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 ക്യൂബ് ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ ഫൈനലി ആൻസർ വരുന്നുണ്ടാവുക 4 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. എക്സ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ 2 യൂണിറ്റ്സ് ആണ്.
2 യൂണിറ്റ്സ്. ഇനി y ഡയറക്ഷനിലുള്ളത് ay ഈസ് ഈക്വൽ ടു v എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ വൈ മൈനസ് 2xy പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ വൈ അല്ലായിരുന്നു, u ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ആണ്. സോ u ഈസ് ഈക്വൽ ടു 2xy ആണ്. ഓക്കെ, അപ്പോൾ 2xy ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ദെൻ v ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ 2xy ഇൻറ്റു 2xy ചെയ്യുമ്പോൾ 2xy ഇൻറ്റു മൈനസ് 2xy ആണ്. സോ മൈനസ് 4x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4y. ഓക്കെ, ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക മൈനസ് 3 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആക്സിലറേഷനിൽ AX is equal to 2 യൂണിറ്റ്സും AY is equal to മൈനസ് 3 യൂണിറ്റ്സ് ആണ് വന്നത്. കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ AX is equal to 2 യൂണിറ്റ്സും AY is equal to മൈനസ് 3 യൂണിറ്റ്സും ആണ് വന്നത്. ദെൻ ആക്സിലറേഷൻ കൺവെക്റ്റീവ് ആക്സിലറേഷൻ്റെ വെക്റ്റർ എടുക്കുമ്പോൾ 2i cap മൈനസ് 3j cap ആണ് വരിക. ദെൻ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ is equal to root of 2 square plus minus 3 whole square, which is equal to root of 4 plus 9, which is equal to root 13, is equal to 3.605 യൂണിറ്റ്സ് ആണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ വരുന്നുണ്ടാവുക. ഇനി ലോക്കൽ ആക്സിലറേഷൻ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഡോ യു ബൈ ഡോ ടി, വൈ ഡയറക്ഷനിൽ ഡോ വി ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ AX ലോക്കൽ ആക്സിലറേഷൻ്റെ കേസിൽ ലോക്കൽ ആക്സിലറേഷൻ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഡോ യു ബൈ ഡോ ടി, ദെൻ വൈ ഡയറക്ഷനിലാണെങ്കിൽ ഡോ വി ബൈ ഡോ ടി. വിത്ത് റെസ്പെക്ട് ടു ടൈം വരുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടേംസ് ആണ് നമ്മൾ ലോക്കൽ ആക്സിലറേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡോ യു ബൈ ഡോ ടി എന്ന് പറയുമ്പോൾ u is equal to 2xy ആണ്, v is equal to മൈനസ് എക്സ് സ്ക്വയർ വൈ ആണ്. ഓക്കെ, അപ്പോൾ ആ ടേംസ് നോക്കുമ്പോൾ അതിൽ ടൈമിൻ്റെ ഒരു ടേം വരുന്നില്ല. സോ ഡോ യു ബൈ ഡോ ടി എടുക്കുമ്പോൾ 0 ആയിരിക്കും വരാം. ദെൻ അതേപോലെ ഡോ വി ബൈ ഡോ ടി എടുക്കുമ്പോഴും 0 ആണ് വരാം. ടൈമിൻ്റെ ടിയുടെ ടേം അതിൽ വരുന്നില്ല. സോ അത് 0 ആയി പോവും. ഓക്കെ, അപ്പോൾ ലോക്കൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഈ ഒരു കേസിൽ അപ്പോൾ ലോക്കൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലോക്കൽ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ വെലോസിറ്റി റിസൾട്ടൻ വെലോസിറ്റി റൂട്ട് ഓഫ് u സ്ക്വയർ പ്ലസ് v സ്ക്വയർ ചെയ്ത് നമ്മൾ റിസൾട്ടൻ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ u ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് v ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AX നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ സിമിലർലി AY is equal to മൈനസ് 3 യൂണിറ്റ്സ് കിട്ടി. ദെൻ റിസൾട്ടൻ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ടൻ്റ് ആക്സിലറേഷൻ കിട്ടാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ മൈനസ് 3.605 യൂണിറ്റ്സ് ആണ് ആൻസർ കിട്ടുന്നുണ്ടാവുക. കൺവെക്റ്റീവ് ആക്സിലറേഷൻ്റെ ആൻസർ ആണ് 3.605 യൂണിറ്റ്സ് വന്നത്. ഇനി ലോക്കൽ ആക്സിലറേഷൻ എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എക്സ് കോർഡിനേറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈ ടൈമിനെ അതായത് വിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ടിയുടെ ടേം വരാത്തതുകൊണ്ട് രണ്ടും 0 ആയി പോകും. ദെൻ ഫൈനലി ലോക്കൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ 14th ബി ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് ദ വെലോസിറ്റി ഫീൽഡ് ഇസ് ഗിവൺ ബൈ u is equal to x സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് എക്സ് ആൻഡ് v is equal to മൈനസ് 2xy പ്ലസ് y, ഡിറ്റർമിൻ ദി വെലോസിറ്റി പൊട്ടൻഷ്യൽ ആൻഡ് സ്ട്രീം ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ u is equal to x സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് എക്സ് ആൻഡ് v is equal to മൈനസ് 2xy മൈനസ് y. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈ. ഇത് രണ്ടുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഫൈവും ഫൈൻഡ് ഔട്ട് ചെയ്യണം, സൈയുടെ വാല്യൂം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫൈയുടെ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു ആണ്. ദെൻ ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി ആണ്.
ഓക്കെ, ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. രണ്ടിൻ്റെയും വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി പൊട്ടൻഷ്യലിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് യുവും വെലോസിറ്റി പൊട്ടൻഷ്യലിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് വിയും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു, അതായത് യു ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ടേം എടുക്കുമ്പോൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ്. ഓക്കെ, ഡോ ഫൈ ബൈ ഡോ എക്സ് ആണ് ഈ ഒരു വാല്യൂ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫൈ ആണ്. സോ ഡോ ഫൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡോ എക്സിന് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ഡി എക്സ് ആവും. ഓക്കെ, നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ടേം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈയുടെ ടേംസ് കിട്ടും. ഓക്കെ, ഫൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് ബൈ 3. ഓക്കെ, മൈനസ് വൈ സ്ക്വയറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു എക്സ്. ദെൻ മൈനസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ടേമും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് എക്സിൽ എന്തായാലും പോവാത്തോണ്ടാണ് പ്ലസ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. സി എന്ന് പറയുന്നത് ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഓക്കെ, സി ഇസ് ദി ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഈ ഒരു ടേമിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ദെൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമുക്ക് കിട്ടിയത്. സോ ഈ ഫൈ ഈക്വൽ ടുവിൽ വരുന്ന ആ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2yx പ്ലസ് ഡോ സി ബൈ ഡോ വൈ വരും. ഓക്കെ, ഇതിൽ നമ്മൾ ഓൾറെഡി ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2xy പ്ലസ് വൈ എന്ന് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2xy പ്ലസ് വൈ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഡോ സി ബൈ ഡോ വൈയുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഡോ സി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു വൈ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡോ സി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ദെൻ ഡോ സി ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡോ വൈ എന്ന് കിട്ടും. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡി വൈ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ ബൈ 2. അപ്പോൾ സിയുടെ ആൻസർ കിട്ടുന്നത് വൈ സ്ക്വയർ ബൈ 2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഫൈയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈയുടെ ആൻസർ കിട്ടാം. ഫൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി. ഫൈ ഇസ് ഈക്വൽ ടു കിട്ടിയാൽ സി എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സി എന്ന് പറയുന്ന ആ ഒരു ടേം ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. സോ ആ ഒരു കോൺസ്റ്റന്റ് ടേം അവിടെ നിൽക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈ ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വൈയുടെ ഫംഗ്ഷൻ ആയിരിക്കും. സോ നമ്മളതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ ഒരു മൊത്തം ഫൈയുടെ ആ ഒരു ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ സീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സി ബൈ ഡോ വൈ എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തൊട്ട് മുമ്പ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യുവും ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്ന ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ ഡോ ഫൈ ബൈ ഡോ വൈ നമുക്ക് കിട്ടുന്നുണ്ടാവാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വി എന്ന് പറയുന്നത് മൈനസ് ഓഫ് 2xy പ്ലസ് വൈ ആണ്. സോ മൈനസ് വി എന്ന് പറയുമ്പോൾ 2xy പ്ലസ് വൈ ആണ് ഡോ ഫൈ ബൈ ഡോ വൈ വരാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഡോ ഫൈ ബൈ ഡോ വൈയും മുമ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ
2xy രണ്ടിലും കോമൺ ആണ്. ദെൻ ഡോ സി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ ഡോ സി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വൈ ആണ്. ദെൻ ഡോ സി ഇവിടെ നിർത്തിയിട്ട് വൈനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോ സി ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡോ വൈ എന്ന് വരും. ദെൻ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 2 എന്ന് വരും. ദെൻ ആ വൈ സ്ക്വയർ ബൈ 2 സിയുടെ വാല്യൂ നമ്മൾ ഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള ഫൈഡ്, അതായത് ഇക്വിപൊട്ടൻഷ്യൽ ലൈനിൻ്റെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x³ ബൈ 3 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ആണ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് സൈയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ സൈ ഈസ് ഈക്വൽ ടു എന്താ വരാമെന്നാണ് നമുക്ക് അടുത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വി എന്നും ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് യു എന്നും. ഓക്കെ, അപ്പോൾ യുവും വിയും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതിൽ നോക്കുമ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വി, അതായത് മൈനസ് 2xy പ്ലസ് വൈ ആണ് ഡോ സൈ ബൈ ഡോ എക്സ് വന്നത്. ദെൻ ഡോ സൈ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് യു ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് എന്നാണ് യുടെ ഡോ സൈ ബൈ ഡോ വൈയുടെ ആൻസർ വരിക. ഓക്കെ, ഇനി ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ ഇതിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഡോ സൈ ഈസ് ഈക്വൽ ടു മൈനസ് 2xy മൈനസ് വൈ ഇൻറ്റു ഡോ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് 2xy മൈനസ് വൈ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ സൈ ഈസ് ഈക്വൽ ടു മൈനസ് 2xyനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2y ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 2 ക്യാൻസൽ ആയിപ്പോയി. സൈ ഈസ് ഈക്വൽ ടു മൈനസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ എക്സ് എന്ന് വരും. ഓക്കെ, പ്ലസ് സി എന്നും കൂടെ വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വരും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നത്. സോ ഈ സി എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈ ഇസ് ഈക്വൽ ടു മൈനസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ എക്സ് പ്ലസ് സി എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇതിൽ സി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഈ സി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഇനി ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സൈ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ മൈനസ് വൈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ്. ദെൻ സീനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ഡോ സി ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഡോ സൈ ബൈ ഡോ വൈ നമുക്ക് കിട്ടിയത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഡോ സി ബൈ ഡോ വൈ ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് ഡോ സൈ ബൈ ഡോ വൈ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദെൻ ഇതിപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ സി ബൈ ഡോ വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ കോമൺ ആയിട്ട് മൈനസ് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസലായി. ദെൻ മൈനസ് എക്സും എക്സും ക്യാൻസലായി. ദെൻ വരുന്നത് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഡോ സി ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇൻറ്റു ഡോ വൈ. ദെൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സി ഈസ് ഈക്വൽ ടു y³ ബൈ 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫൈനൽ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫൈയുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇത് ഡോ സൈ ബൈ ഡോ വൈ തന്നെയായിരുന്നു. ഓക്കെ, ഫൈനൽ വാല്യൂ നമ്മൾ സൈ ഈക്വൽ ടുവിൻ്റെ ഈ ഒരു വാല്യൂവിൽ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ എക്സ് പ്ലസ് സി മൈനസ് വൈ എക്സ് പ്ലസ് സി എന്നുള്ളതിൽ സിയുടെ വാല്യൂ നമ്മൾ y³ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, y³ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈയുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈയുടെയും വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് സൈ ഈസ് ഈക്വൽ ടു ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ദെൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൈസ് ഈക്വൽ ടു ഒരു വാല്യൂ പ്ലസ് ഒരു കോൺസ്റ്റന്റ് സി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ ഈ ഒരു സൈ വാല്യൂവിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു വൈ.
ദെൻ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ∂C/∂yയുടെ വാല്യൂ കിട്ടും, വിച്ച് y² ആണ് വാല്യൂ വരാം. ദെൻ നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സൈഡ് ആ ഒരു ഇക്വേഷനിൽ ഈ ഒരു സിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ വരുന്നുണ്ടാവാം -yx² - yx + y³/3 ആണ് സൈഡ് ആൻസർ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.